വന്നതാരോ ഇവനോ എന്ന് പറഞ്ഞാല് തെന്നലായി തണലായി. കുറച്ചു മുമ്പ് അദ്ദേഹത്തെ പറ്റിയിട്ട് നമ്മളിവിടെ സംസാരിച്ചിരുന്നു. ഇനി അദ്ദേഹവുമായിട്ട് താങ്ക് യു സോ മച്ച്. എന്നെ സംബന്ധിച്ചോളം ഭയങ്കര സന്തോഷമുള്ളൊരു നിമിഷമാണ്. കാരണം ഞാൻ ആസിഫുമായിട്ടുള്ള എൻ്റെ ഒരു ഫസ്റ്റ് അസോസിയേഷൻ എന്ന് പറയുന്നത് കൂമനായിരുന്നു. അത് നിങ്ങളെല്ലാവരും നീട്ടി സ്വീകരിച്ചു. വളരെ സന്തോഷം. അതൊരിക്കലും ഞാൻ മറക്കില്ല. പക്ഷേ അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ അതിനു മുമ്പ് ആസിഫിനെ കുറിച്ച് പല കഥകളും ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. അപ്പം സിനിമയിൽ അറിയാമല്ലോ, കഥകൾക്ക് പഞ്ഞമില്ല. നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകുന്നത്. ഫസ്റ്റ് സിനിമ കഴിഞ്ഞ്, കാരണം എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതലും ലാൽ സാറിൻ്റെ കൂടെ ഒരു പടം വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഡയറക്ടേഴ്സ് ആക്ടർ എന്ന് അദ്ദേഹത്തെ നമ്മളെല്ലാവരും വിളിക്കും. ഞാൻ അതുപോലെ വിളിക്കാൻ ആഗ്രഹിക്കുന്ന വേറൊരു ആക്ടറാണ് ആസിഫ്. ഡയറക്ടേഴ്സ് ആക്ടർ. അദ്ദേഹത്തിൻ്റെ സിനിമ കാഴ്ചപ്പാടുകളുണ്ട്, സ്ക്രിപ്റ്റിൽ അദ്ദേഹത്തിൻ്റെ സജഷൻസ് പറയുന്നതെല്ലാം ഉണ്ട്. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ ആ ഡയറക്ടറിൽ ഒരു വിശ്വാസം അർപ്പിക്കുകയാണ്. അതൊരു വലിയ ഉത്തരവാദിത്തമാണ്, ഒരു സമാധാനമാണ്, സന്തോഷമാണ് ഒരു ഡയറക്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ആസിഫുമായിട്ട് പിന്നെ വർക്ക് ചെയ്യണം എന്നുള്ള വളരെ ആഗ്രഹമാണ്. ഒൺലി തിങ് നമുക്ക് അതിനൊക്കെ ഒരു സബ്ജക്റ്റൊക്കെ കിട്ടണം. അപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് എൻ്റെ അടുത്ത് ഈയിടെ വന്നു. ഞാൻ ആസിഫിനോട് കണ്ടു, കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ എനിക്ക് അതിനു മുമ്പ് കൂവൻ ചെയ്തപ്പോഴും ഇപ്പോഴൊക്കെ എനിക്ക് മനസ്സിലാകുന്ന കാര്യം, ഭയങ്കര ഒരു ക്രേവിംഗ് ഉണ്ട് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ കൂവൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആണ് എൻ്റെ അസോസിയേറ്റ് അർഫാസ് എന്നോട് ആ കഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നല്ലൊരു ക്യാരക്ടറൈസേഷൻ, നല്ലൊരു സിനിമ. അപ്പം ഞാൻ ആസിഫിനോട് എന്നോട് പറയാൻ പറഞ്ഞു. ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട്. നമ്മൾ ആ കാന്തല്ലൂർ ആ റൂമിലിരിക്കുമ്പോൾ ആസിഫ് ഇങ്ങനെ കയറി വരുന്നു, പുറകെ അർഫാസ് കയറി വരുന്നു. ആസിഫിൻ്റെ മുഖം, ചേട്ടാ ഇടിവെട്ട് സബ്ജക്റ്റാണെന്ന് പറഞ്ഞു, ഉഗ്രൻ ക്യാരക്ടറൈസേഷൻ. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഞാൻ കണ്ടു. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇത് ചെയ്യാനുള്ളൊരു ക്രേവിംഗ് ഉള്ള ഒരാക്ടർ. അതിനേക്കാളേറെ ഞാൻ പറയുന്ന ഒരു ഇതുണ്ട്. ഞാൻ കഴിഞ്ഞൊരു ലെവൽ കോഴ്സിൽ എഴുതുന്നതുണ്ട്, ഹീസ് എ ഡയറിങ് ആക്ടർ. ഇവിടെ പലരും ചെയ്യാൻ മടിക്കുന്നത് ചെയ്യാൻ തയ്യാറാവില്ല. ഹാപ്പി ടു ബി ഹിയർ ആൻഡ് ഹാപ്പി ടു വർക്ക് വിത്ത് യു അഗൈൻ. താങ്ക് യു ചേട്ടാ. ശരിക്കും എനിക്ക് കൂമൻ കഴിഞ്ഞ് രണ്ടാമതൊരു വിളിക്ക് വേണ്ടി ഞാൻ ഒരുപാട് കാത്തിരിക്കുമ്പോഴാണ് ജിത്തു ചേട്ടൻ വിളിച്ചതിൻ്റെ ഒരു സബ്ജക്റ്റ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് 2025 ഏറ്റവും നല്ല സന്തോഷം അതിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ തന്നു. ഈ സിനിമ മിറാഷ് ഇന്നലെ അനൗൺസ് ചെയ്തു. ഷൂട്ട് ഞങ്ങൾ ഈ മാസം പകുതിയോടുകൂടി ആരംഭിക്കും. അപ്പോൾ കൂമനേക്കാളൊക്കെ ഒരുപാട് മുകളിലുള്ള വലിയൊരു നല്ല സൂപ്പർ ഹിറ്റ് സിനിമയാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഞങ്ങൾ ഒരു ഫാമിലി പോലെയാണ്. ജിത്തുചേട്ടൻ്റെ കൂടെ എപ്പോഴും ജിത്തുചേട്ടൻ്റെ ഒരു കംപ്ലീറ്റ് ക്രൂ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും വരുന്ന ഒരു ഫാമിലി ഫീലുള്ള ഒരു ക്രൂ ഉണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ ആ കുടുംബത്തിലേക്ക് കൂമനിലൂടെ ഞാൻ കയറി. ആ വീട്ടിൽ എനിക്ക് എപ്പോഴും ഒരു സ്പേസ് ഉണ്ട്. ജിത്തുചേട്ടൻ എന്നോട് എപ്പോഴും പറയും, നമ്മൾ എവിടെ വെച്ചാൽ കാണുന്നത്. അപ്പൊ ഞാൻ ചേട്ടാ, ഞാൻ വീട്ടിലേക്ക് വന്നാൽ കുഴപ്പമുണ്ടോ? അത് നീ അങ്ങനെ കഴിക്കുന്നത്, നിനക്ക് എപ്പോഴും എൻ്റെ വീട്ടിലേക്ക് വരാം, എപ്പോൾ വന്നാലും കട്ട്ലറ്റ് തരും എന്ന് എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പൊ ആ ഒരു സ്പേസ് തന്നാലും ചേട്ടാ, ഇത്ര എഫേർട്ട് ഇട്ട് ഇവിടെ വന്നതിലും എനിക്ക് ഒരുപാട് നന്ദി. ഇത് ഭയങ്കര ഫോർമൽ ആയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. ആക്ച്വലി ഞാൻ പറയാൻ ആഗ്രഹിച്ചത് എന്നെ വിളിച്ചിട്ട് എനിക്കിവിടെ നവീൻ എന്നോട് ഇങ്ങനെ ചേട്ടാ ഒരു പരിപാടി ഉണ്ട് ഉരുട്ടുക. ഞാൻ എന്താ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ചേട്ടനൊന്നും വരാം. ഞാൻ തീർച്ചയായിട്ടും ഞാൻ വരാം. അതിന് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. എനിക്ക് വളരെ സന്തോഷമുള്ളൂ. പിന്നെ ഇനിയുണ്ട് കേട്ടോ കഥകൾ. ഇവരൊക്കെ എന്നോട് ചോദിക്കുന്നു, ജോർജ് കുട്ടിയുടെ കേസ് കീറി അന്വേഷിക്കാൻ പറ്റുമോ? അല്ല, ജോർജ് കുട്ടിയുടെ കാര്യത്തിന് തന്നെ ഒരു തീരുമാനമായിട്ടില്ല. അതിനൊരു തീരുമാനമായിട്ട്